പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കേരള PSCയുടെ ഈ ആഴ്ചത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളും അറിയിപ്പുകളെയും കുറിച്ച് പറയാനാണ് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. ആദ്യമായിട്ട് പറയുന്നത് KSന്റെ വിജ്ഞാപനം വൈകരുതെന്നാണ്. അപ്പോൾ വേറൊന്നുമല്ല, KSന്റെ വിജ്ഞാപനം ഈ വർഷവും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. കാര്യം ഇതുവരെ നമ്മുടെ KSുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു അറിയിപ്പുകളും കേരള PSCയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. പക്ഷേ ഇതിലൊരു പ്രശ്നം വരുന്നത് 2 വർഷത്തിലൊരിക്കൽ KS എക്സാം നടത്തുമെന്ന് പറഞ്ഞിട്ട് 2019 നടത്തിയിട്ട് 22 ഡിസംബർ ആകുമ്പോഴെങ്കിലും അടുത്ത എക്സാം നടത്തിയില്ല എന്നുണ്ടെങ്കിൽ വലിയൊരു വിഭാഗം ആൾക്കാർക്ക് എക്സാം എഴുതാനായിട്ട് പറ്റത്തില്ല. നമുക്കറിയാം ജനറലിന് 32 ഇയേഴ്സ് ആണല്ലേ, 32 വയസ്സ് വരെയാണ് KS എക്സാം എഴുതാനായിട്ട് കഴിയുക. പക്ഷേ ഈ ഒരു ഡിസംബറിനകത്ത് കൂടി ഇതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് പേർക്ക് എക്സാം എഴുതാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിരിക്കും നിലവിലുണ്ടാവുക. അപ്പോൾ KS എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ സിവിൽ സർവീസിൻ്റെ ആ ഒരു ലെവലിലോട്ട് വരെ ഉയരാൻ ചാൻസ് ഉള്ള ഒരു പോസ്റ്റാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്. പക്ഷേ ഈ ഒരു എക്സാം ഉടനെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഒരുപാട് രൂപ നമുക്കൊക്കെ അഫോർഡ് ചെയ്യാൻ പറ്റുന്നതിന് മേലെയുള്ള ആ ഒരു പ്രതീക്ഷ കൊണ്ടാണ് അവർ ചെയ്യുന്നത്. അവരെ കുറ്റം പറയാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് എമൗണ്ട് അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നിലവിലിപ്പോൾ എക്സാം ഇല്ലാത്ത അല്ലെങ്കിൽ ഓവറേജായി പോകുന്ന ഒരവസ്ഥ നമുക്കൊന്ന് ചിന്തിക്കാൻ കഴിയുന്നതേ ഉള്ളൂ അല്ലേ. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഒരു കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൻ്റെ ഈ ഒരു എക്സാമിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും അപ്ഡേറ്റുകൾ ഉടനെ തന്നെ ഉണ്ടാവണം എന്ന് തന്നെയാണ് എല്ലാ ഉദ്യോഗാർത്ഥികളുടെയും പ്രാർത്ഥന. അപ്പോൾ എന്തായാലും നമുക്ക് രണ്ടാമത്തെ വാർത്തയിലേക്ക് തന്നെ കിടക്കാം. രണ്ടാമത്തെ വാർത്ത എന്ന് പറയുന്നത് LPST മലപ്പുറത്തിൻ്റെ 1ാം ഘട്ട നിയമനം 746 പേർക്കെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ മലപ്പുറം ജില്ലയിലെ LP സ്കൂൾ ടീച്ചറിൻ്റെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് 1ാം ഘട്ടത്തിൽ നിയമനം നൽകിയിട്ടുള്ളത് 746 പേർക്കാണെന്ന് പറയുന്നുണ്ട്. ഓപ്പൺ മെറിറ്റിൽ 587 റാങ്ക് വരെയുള്ള എല്ലാവർക്കും ശുപാർശ ലഭിച്ചിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നല്ലൊരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ LP സ്കൂൾ ടീച്ചറിൻ്റെ പത്തനംതിട്ട ജില്ലയിലേക്കുള്ള ശുപാർശകൾ തുടങ്ങിയിട്ടുണ്ട്. കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റിലേക്ക് 6 പേർക്ക് കൂടി നിയമന ശുപാർശ പോയിട്ടുണ്ടെന്ന് കൂടി പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫയർമാൻ്റെ കായികക്ഷമതാ പരീക്ഷ 13-ാം തീയതി മുതലാണെന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ അറിഞ്ഞതാണ് വിമൻ സിവിൽ പോലീസ് ഓഫീസറിൻ്റെ നമ്മുടെ ഫിസിക്കൽ ടെസ്റ്റിൻ്റെ കാര്യമൊക്കെ പ്രൊഫൈലുകളിൽ മെസ്സേജ് പോയിട്ടുണ്ട്. പക്ഷേ ഇതുവരെ സിവിൽ പോലീസ് ഓഫീസറിൻ്റെ കാര്യത്തിൽ ഇതുവരെ തീരുമാനമൊന്നും ആയിട്ടില്ല. അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു അപ്ഡേറ്റും ഇതുവരെ കേരള PSC തന്നിട്ടുമില്ല. അപ്പോൾ എന്തായാലും നോക്കാം. ഫയർമാൻ്റെ ഡ്രൈവർ കായികക്ഷമതാ പരീക്ഷ 13-ാം തീയതി മുതലെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിലേക്കുള്ള ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറിൻ്റെ ഡ്രൈവറിൻ്റെ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ ശരീര അളവെടുപ്പും കായികക്ഷമതാ പരീക്ഷയും സെപ്റ്റംബർ 13 തുടങ്ങും. കൊല്ലം ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയം, എറണാകുളം കളമശ്ശേരി, കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഗ്രൗണ്ട്, അതുപോലെ തന്നെ അങ്ങനെയുള്ള ഗ്രൗണ്ടുകളിലായിരിക്കും പരീക്ഷ നടക്കുക. അപ്പോൾ സമയം എന്ന് പറയുന്നത് രാവിലെ 6 മണിയാണ്. അപ്പോൾ കായികക്ഷമതാ പരീക്ഷയ്ക്ക് ഹാജരാകുന്നവർ പരീക്ഷാ തീയതിയിൽ തങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ് സാധുവാണെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് കൂടി കൊണ്ടുവേണം നിങ്ങൾ ഈ ഒരു ഫിസിക്കൽ എക്സാമിന് പോകാനായിട്ട്. അപ്പോൾ അടുത്ത ഒരു ന്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ ദേവസ്വം LD ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പോൾ ദേവസ്വം LDയിലെ പരീക്ഷാ സെൻറ്ററുകൾ 468 സെൻറ്ററുകൾ നിലവിലുണ്ട്. അപ്പോൾ ദേവസ്വം LD ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടൊരു റിവിഷൻ എക്സാം, ഒരു റിവിഷൻ മോക്ക് ടെസ്റ്റ് അറേഞ്ച് ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എത്ര പേർക്ക് ആ എക്സാം ആവശ്യമുണ്ട് എന്ന് നിങ്ങളൊന്ന് കമൻറ്റായിട്ട് പറയുക കേട്ടോ. കാര്യം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്യത്തുള്ളൂ. കാര്യം കാണാൻ ആളില്ലെങ്കിൽ പിന്നെ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ എന്തായാലും ആവശ്യമുള്ളവരുണ്ടെങ്കിൽ പറയുകയാണെങ്കിൽ നമുക്കതിൻ്റെ എത്ര പേർക്ക് ആവശ്യമുണ്ടെന്നുള്ള കാര്യം ഒന്ന് ശ്രദ്ധിച്ച ശേഷം നിങ്ങൾക്ക് അങ്ങനെ ഒരു മോക്ക് ടെസ്റ്റ് കൂടി ഞാൻ അറേഞ്ച് ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ ദേവസ്വം LDയുടെ 468 പരീക്ഷാ കേന്ദ്രങ്ങൾ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അപേക്ഷകർ എന്ന് പറയുന്നത് ഏകദേശം 2 ലക്ഷം പേര്, 1.9 ലക്ഷം പേരാണ് നമ്മുടെ ദേവസ്വം LDയിലേക്ക് പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തവർ കേട്ടോ. അപ്പോൾ കോവിഡ് ബാധിതർക്കും എഴുതാമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ സ്ക്രൈബിനും അനുവദിക്കുമെന്നും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നമ്മുടെ ദേവസ്വം LD ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഒന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ കമ്പനി കോർപ്പറേഷൻ ബോർഡ് അസിസ്റ്റൻറ്റിലേക്ക് 40 ഒഴിവുകൾ കൂടി വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിലേക്കുള്ള കാറ്റഗറി നമ്പേഴ്സ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. 399/2017, അതുപോലെ തന്നെ 400/2017. അപ്പോൾ ഇതൊക്കെയാണ് കാറ്റഗറീസ് എന്ന് പറയുന്നത്. അപ്പോൾ നിലവിൽ റിപ്പോർട്ട് ചെയ്ത ഒഴിവുകളെന്ന് പറയുന്ന സ്ഥാപനങ്ങൾ കാഷ്യൂ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനിലേക്ക് 2 ഒഴിവുകളാണ്. അതുപോലെ തന്നെ KSEBയിലേക്ക് 1 ഒഴിവ്, കെൽട്രോണിലേക്ക് 1, തൃശ്ശൂർ കോർപ്പറേഷനിലേക്ക് 1. ആകെ മൊത്തത്തിൽ 399/2017 5 ഒഴിവുകളാണുള്ളത്. അതുപോലെ തന്നെ കാറ്റഗറി നമ്പർ 400/2017 ഔഷധിയിലേക്ക് 12, കള്ളിച്ചത്ത് തൊഴിലാളി കോർപ്പറേഷനിലേക്ക് 14, ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനിലേക്ക് 6, ഫാമിംഗ് കോർപ്പറേഷനിലേക്ക് 1, ആർട്ടിസൻസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനിലേക്ക് 1, ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസിലേക്ക് 1. ആകെ മൊത്തത്തിൽ 35 ആണ് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ കമ്പനി കോർപ്പറേഷൻ ബോർഡ് അസിസ്റ്റൻറ്റിൻ്റെ ഒഴിവുകളുമായിട്ട്
ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഈ ആഴ്ചത്തെ അറിയിപ്പുകളെന്ന് പറയുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് കേരള PSCയുടെ വേറെ അറിയിപ്പുകളൊന്നും നിലവിൽ വന്നിട്ടില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പുതിയ അപ്ഡേറ്റുകൾ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. എന്തെങ്കിലും സംശയമുള്ളവർ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലേക്ക് ഡയറക്റ്റ് മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ റിപ്ലൈ തരും. കുറച്ച് താമസിച്ചാൽ ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരും. അപ്പോൾ അതിലേക്കുള്ള ലിങ്കും ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിരിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സിൻ്റെ നോട്ടിഫിക്കേഷൻസ് അപ്ഡേറ്റുകളൊക്കെ ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അതുപോലെ ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് മുഖേന നിങ്ങൾക്ക് ടെലഗ്രാം ചാനലിലേക്ക് കൂടി ജോയിൻ ചെയ്യാം കേട്ടോ. അതുപോലെ നമ്മുടെ യൂട്യൂബ് ഫാമിലിയിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജോയിനിങ് ലിങ്ക് അല്ലെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബിൻ്റെ അടുത്ത് ജോയിൻ ബട്ടൺ ഉണ്ട്. ജോയിൻ ബട്ടൺ വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യൂട്യൂബ് ഫാമിലിയിലേക്ക് കൂടി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും പുതിയ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ അപ്ഡേഷൻ ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ക്ലാസ്സൊക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.